ഒരു ചിന്ത വരികയും അതിനു മുൻപേ തന്നെ ദേശീയബോധവും ദേശീയ തലത്തിൽ ഒരു പാർലമെന്റായിട്ട് വർത്തിക്കുന്നതും ഇതിൽ അംഗമായിരുന്ന വെളിയത്തുനാട് പഞ്ചായത്ത് ഒരു പാർലമെന്റ് അംഗം എന്നതിനുപരി ഈ ആലുവയുടെ വികസനത്തിന് വേണ്ടി ഏറെ കാര്യങ്ങൾ ചെയ്ത ഒരു പേരിനപ്പുറം നമുക്ക് ഇദ്ദേഹത്തെ കുറിച്ച് അറിയില്ല. പിന്നീട് ഒരു അധ്യാപികയായതിനു ശേഷം സ്മരണം ഇതേ ഹാളിൽ വെച്ച് നമ്മൾ നടത്തുകയുണ്ടായി. എപ്പോഴാണ് കൂടുതൽ വിശദമായ അദ്ദേഹത്തിന്റെ ആ ഒരു അന്വേഷണവും അതിന്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുമ്പോൾ നിർബന്ധപൂർവമായി നാം പുതും തലമുറയെ ഓർകളറ്റ് പറന്നു പോകുന്ന പക്ഷികളായി പോകും. വേരുകളിൽ നാടാകെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും VC-യുടെ കുടുംബം ഉള്ളിൽ ഒരു വിങ്ങലായിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് സിയാവുദ്ദീൻ എനിക്ക് ഒരു മെസ്സേജ് അയക്കുകയുണ്ടായി. ഇങ്ങനെ ഭരണഘടനാ അസംബ്ലിയിൽ ഇവിടെ നിന്നും ഒരാളുണ്ടായിരുന്നു എന്നുള്ളത് മനുഷ്യർക്ക് അറിയാലോ. ഞാൻ ഭരണഘടനയെ സംബന്ധിച്ച് മലയാളത്തിലും ഇംഗ്ലീഷിലും കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഡിബേറ്റിനെ സംബന്ധിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്. ഒന്ന് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചു, മറ്റൊന്ന് ആഖാർ ഡൽഹി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഡിബേറ്റുകൾ ഡൽഹിയിലെ പാർലമെന്റ് ജീവിതകാലത്ത് മിക്കവാറും കമ്പോട് കമ്പ് വായിക്കാൻ പല ആർട്ടിക്കിളെ സംബന്ധിച്ചും സന്ദർഭം ലഭിച്ചിരുന്നു. അന്ന് ഞാൻ സിയാവുദ്ദീനോട് പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വരാം, 2 ദിവസത്തിന് അങ്ങോട്ട് വന്നു പോകും. അങ്ങനെയാണ് ശരിക്കും VC-യെ ഓർക്കേണ്ടവരെല്ലാം മറന്നിരിക്കുകയും VC-ക്ക് ഒപ്പം ഉണ്ടായിരുന്നവരും അദ്ദേഹം വിസ്മൃതിയിലേക്ക് വിട്ടിരിക്കുകയും ആ ഘട്ടത്തിലാണ് എന്താണ് നമുക്ക് ഓർമ്മകൾക്കൊപ്പം എന്ന എൻ്റെ മണ്ഡലത്തിലെ പദ്ധതിയുടെ ഭാഗമായി ആദ്യം ഓർമ്മകളിലേക്ക് കൊണ്ടുവരേണ്ട ഒരു വ്യക്തിത്വമാണ് VC-യുടേതെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ദൗത്യം ഏറ്റെടുത്തത്. അത് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കുടുംബവും എല്ലാവരുമായിട്ട് ആലോചിച്ചു. ഇവിടെ ഒരു 3 പേരും ത്രിമൂർത്തികൾ ഇതിൻ്റെ പ്രധാന സംഘാടകരായി എപ്പോഴും ഉണ്ടായിരുന്നു. അന്നൊരു ചെറിയ പരിപാടി എന്ന മട്ടിലാണ് ആദ്യം വന്നെങ്കിലും വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിച്ചത്. ഇവിടെ തന്നെ ഒരു സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി. അനുസ്മരണ പ്രഭാഷണം നടത്തിയത് ജസ്റ്റിസ് അബ്ദുൽ സാറാണ്. അന്ന് ഞാൻ UC കോളേജിനോടും പറഞ്ഞിരുന്നു, നമ്മുടെ എല്ലാം ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പരിമിതി, ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ചരിത്ര പുരുഷന്മാരെല്ലാം പാഠപുസ്തകങ്ങളുണ്ടാവും, നമ്മളെല്ലാം പഠിക്കുകയും ചെയ്യും. എന്നാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന മഹൽ വ്യക്തിത്വങ്ങളെക്കുറിച്ച് തീർത്തും അജ്ഞരായിരിക്കും. അന്ന് ഞാൻ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിനോട് ദൗത്യം ഏൽപ്പിച്ചിരുന്നു. ഇത് സംബന്ധിച്ചുള്ള ഡോക്യുമെന്റുകൾ വെബിൽ ലഭിക്കും. അവരത് മറന്നു തോന്നുന്നു. കുട്ടികളെ കൊണ്ട് റിസർച്ച് സ്കോളേഴ്സ് ഉണ്ടാവും ഇവിടെ, അല്ലെങ്കിൽ PG പഠിക്കുന്ന കുട്ടികൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്തൊക്കെയായിരുന്നു, ഏതെല്ലാം കോൺട്രിബ്യൂഷൻ ഉണ്ട്, അതൊരു പഠന പ്രക്രിയയുടെ ഭാഗമായി മാറ്റാൻ കഴിയണം എന്ന് സൂചിപ്പിച്ചിരുന്നു. അന്ന് ഇവിടുത്തെ സെമിനാറിന് ശേഷം വിപുലമായ പരിപാടിയാണ് നമ്മൾ വെളിയത്തുനാട് നടത്തിയത്. നല്ല ജനപങ്കാളിത്തമുള്ള പരിപാടിയായിരുന്നു. അതിൽ അന്ന് പ്രിയപ്പെട്ട ശ്രീ കമലിനെ പ്രത്യേകം ഞാൻ ക്ഷണിച്ചിരുന്നു. അന്ന് അദ്ദേഹത്തിന് പെട്ടെന്ന് പനി വരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇത്തവണ ഈ പരിപാടി സംഘടിപ്പിക്കണം എന്ന് ഓർത്തപ്പോൾ തന്നെ ആദ്യം ഒരു കടം വീട്ടാൻ അദ്ദേഹത്തിന് അവസരം കൊടുക്കണമല്ലോ എന്നതുകൊണ്ട് ശ്രീ കമലിനോട് പറഞ്ഞു. അദ്ദേഹം അപ്പം തന്നെ അത് സ്വീകരിച്ചു. ഏറ്റവും ആദ്യം ഞാനൊക്കെ വരുന്നതിന് വളരെ മുമ്പ് തന്നെ അദ്ദേഹം ഇവിടെ എത്തിച്ചേരുകയുണ്ടായി. നന്ദി പറയാൻ പ്രത്യേക ആളുണ്ടെങ്കിലും അദ്ദേഹത്തിനോട് പ്രത്യേകം നന്ദി ഈ സന്ദർഭത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ പാർലമെന്റ് പോലെയല്ല ഭരണഘടനാ അസംബ്ലി. വിഭജനത്തിന് ശേഷം ഒന്നുകൂടി ചുരുങ്ങി 1999 വന്നു.
അതിൽ അംഗമാകാൻ അവസരം ലഭിച്ച അത്യപൂർവ വ്യക്തിത്വമാണ് VC-യുടേത്. അദ്ദേഹം ഭരണഘടനാ അസംബ്ലിയിലേക്ക് വരുന്നത് വിഭജനത്തിന് ശേഷമുള്ള കാലയളവിലെ പുനഃസംഘടനയിലാണ്. യഥാർത്ഥത്തിൽ ആരുടെ കയ്യിലും വേണ്ടത്ര രേഖകൾ ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് സിയാവുദ്ദീൻ അന്ന് കൊണ്ടുവന്നിരുന്നത്. എങ്ങനെ ഭരണഘടനാ അസംബ്ലിയിലേക്ക് എത്തി, ആ 3 പേർ ആരൊക്കെയായിരുന്നു, പിന്നീട് എങ്ങനെയാണ് അദ്ദേഹം ഭരണഘടനാ അസംബ്ലിയാണ് സ്വാതന്ത്ര്യം കിട്ടുന്നതോടുകൂടി പ്രൊവിഷണൽ പാർലമെൻറ്റായിട്ട് മാറുന്നത്. ആ പ്രൊവിഷണൽ പാർലമെൻറ്റിലും അംഗമായിരുന്ന ഒരു മലയാളി, അതും ഒരു മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരാൾ, വിഭജനത്തിന് ശേഷം ഭരണഘടനാ അസംബ്ലിയിൽ തുടർന്ന വ്യക്തിത്വം, പ്രത്യേകിച്ചും ലീഗുമായി ബന്ധമുണ്ടാക്കാൻ ശ്രമിച്ച ഘട്ടത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചു എന്നതാണ് അദ്ദേഹം വിസ്മൃതിയിലേക്ക് പോകാൻ ഇടയായ കാരണങ്ങളിലൊന്ന് എന്ന് പുസ്തകത്തിൽ എവിടെയോ സൂചിപ്പിച്ചതായി ഞാൻ കാണുന്നുണ്ട്. ആ ഘട്ടം കഴിഞ്ഞിട്ടും അദ്ദേഹം ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി നിലകൊണ്ടു. കാർഷിക മേഖലയുടെ പ്രത്യേകതകൾ കണക്കിലാക്കി വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നതി, ആയുർവേദ ആശുപത്രി, സഹകരണ പ്രസ്ഥാനം, ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ സംഭാവന നൽകാൻ കഴിയും. പിന്നീട് അസംബ്ലി സീറ്റിലേക്ക് പരിഗണിക്കപ്പെട്ടെങ്കിലും പല ഇതെല്ലാം കാരണവശാലും അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആത്മസംഘർഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാലം അതായിട്ട് പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ദീർഘമായി പോകുന്നില്ല. അപ്പോൾ VC-യെ എങ്ങനെ നമുക്ക് ഇന്നത്തെ ഓർമ്മയിലേക്ക് കൊണ്ടുവരും, ഇന്നത്തെ തലമുറയിലേക്ക് എത്തിക്കാം, അതാണ് ഞങ്ങളുടെ ഈ ഒപ്പം പരിപാടിയുടെ ഭാഗമായി ഏറ്റെടുത്ത ദൗത്യം എന്നുള്ളത്. ഒരു കാര്യം തുടങ്ങാൻ എളുപ്പമാണ്, തുടർച്ചയിൽ കൊണ്ടുപോകാൻ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ തുടങ്ങി, ഇപ്പോൾ തുടർച്ചയിലേക്ക് എത്തുക. ഇനി എന്ത് ചെയ്യും? അതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒരു കാര്യം ഞാൻ സ്കൂളിലായിരിക്കും പ്രഖ്യാപിക്കാൻ പോവുക. നിങ്ങൾ അവിടെ സ്കൂൾ അദ്ദേഹത്തിൻ്റെ കൂടി ഒരു ഇടപെടലിൻ്റെ കൂടി സംഭാവനയാണ്. അതുപോലെ നേരം അവിടെ ഞാൻ പ്രഖ്യാപിക്കും. ഇന്ന് ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത് VC-ക്ക് വേണ്ടി ഒരു വെർച്വൽ മ്യൂസിയം നാടിന് സമർപ്പിക്കുകയാണ്. അത് നിങ്ങളാരും മനസ്സിൽ കാണാത്ത തരത്തിലുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം സിയാവുദ്ദീനോടും പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം, നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കാണാം. ഇപ്പം അതിൻ്റെ ഇപ്പോൾ ലഭ്യമായ രേഖകളും ചിത്രങ്ങളും പ്രസംഗവും ഓഡിയോയും വെച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഡെൻസിലാണ് അത് തയ്യാറാക്കിയത്. വളരെ മനോഹരമായ ദേവി VR പ്രസന്റേഷൻ ആയിരിക്കും. നിങ്ങൾ എല്ലാം വച്ച് വേണം കാണാൻ. അത് കാണുമ്പോൾ അദ്ദേഹം പ്രസംഗിക്കുന്നത് കേൾക്കാം, അദ്ദേഹത്തിൻ്റെ വീട് നിങ്ങൾക്ക് കാണാം, അദ്ദേഹം നൽകിയ സംഭാവനകൾ, നാടിലെ സംഭാവനകൾ വെർച്വലായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നാൽ അത് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിലൂടെ അദ്ദേഹത്തിൻ്റെ മകൾ ആദ്യമായി കണ്ടു കഴിഞ്ഞാൽ പിന്നെ സ്കൂളിലുള്ളതാണ്. ഒരു സ്കൂളിൽ മാത്രമല്ല, എല്ലാ സ്കൂളിലും ഇപ്പോൾ നമ്മൾ പരമാവധി ABVR കൊടുക്കുന്നുണ്ട് കുട്ടികളെ പഠിക്കാൻ. അവർ പാഠപുസ്തകത്തിൽ പഠിക്കുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ ചരിത്രത്തിൽ പറയുന്നു, അല്ലെങ്കിൽ സയൻസിൽ പഠിക്കുന്നു, അതെല്ലാം വെർച്വൽ റിയാലിറ്റിയിലൂടെ കുട്ടികൾ കാണാൻ പറ്റും. അങ്ങനെയുള്ള സംവിധാനം നമ്മൾ സ്കൂളുകളിൽ ഇപ്പോൾ ഒപ്പം പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കി തുടങ്ങുന്നുണ്ട്. ലൈബ്രറികൾക്കൊപ്പം പരിപാടിയുടെ ഭാഗമായി എല്ലാ ലൈബ്രറികളിലും കിഡ്സ് കോർണറിൽ ഈ ചരിത്രമൊക്കെ പഠിക്കാൻ ഈ സംവിധാനം നമ്മളിപ്പോൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും VC അഹമ്മദ് ഉണ്ണി എന്ന വ്യക്തിയെ, അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മാത്രം സംഭാവനയല്ല ഇവിടെ എത്തുന്നത്, ജനങ്ങളുടെ ആകെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. വ്യക്തികൾ ചരിത്രം സൃഷ്ടിക്കുന്നില്ല, ചരിത്ര നിർമ്മിതിയിൽ സംഭാവനകൾ നൽകുകയാണ് ചെയ്യുന്നത്. ജനങ്ങളാണ് ചരിത്രം സൃഷ്ടിക്കുന്നത്. അതിപ്പോൾ എൻ്റെ പ്രവർത്തനങ്ങളാകാം, വേറൊരാളുടെ പ്രവർത്തനങ്ങളാകാം, അതെല്ലാം ജനതയുടെ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രത്യേക സംഭാവനകളാണ്. അപ്പം അദ്ദേഹം അത് എടുത്തു പറയുന്നുണ്ട് പ്രസംഗത്തിൽ. നിങ്ങൾക്ക് ആ പ്രസംഗം കേൾക്കാൻ കഴിയും. കാണുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ നിന്ന് നമ്മൾ വെർച്വലായി അദ്ദേഹത്തെ രൂപപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അത് സ്കൂളുകളിലേക്ക് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മളത് മറ്റൊരു സംവിധാനത്തിലേക്ക് കൊടുക്കും. ആ സംവിധാനത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ വെർച്വൽ ABVR കാണാൻ പറ്റുന്ന സംവിധാനമുള്ള ലോകത്തേതൊരാൾക്കും
അത് അനുഭവിക്കാൻ കഴിയും. അതാണ് അടുത്ത ഘട്ടം. അതിന് കുറെ കൂടി നമുക്ക് നിങ്ങളുടെ എല്ലാ സംഭാവന വേണം, കുറെ കൂടി ഗവേഷണം വേണ്ടി വരും, കുറെ കൂടി കാര്യങ്ങൾ ആഡ് ചെയ്യണം. അങ്ങനെ വന്നാൽ ലോകത്തുള്ള എല്ലാവർക്കും, എനിക്ക് തോന്നുന്നു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അംഗങ്ങളിൽ ആർക്കും അവരുടെ ജീവിതം രേഖപ്പെടുത്താൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു രീതിയിലൂടെ ലോകത്തിന്റെ മുൻപിൽ VCയെ അവതരിപ്പിക്കുകയാണ് നമ്മൾ ഇതുവരെ ചെയ്യുന്നത്. അപ്പൊ വിസ്മൃതിയിലേക്ക് പോയ ഒരാളെ കേവലം ഓർമ്മയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരിക മാത്രമല്ല, ഒരിക്കലും മറക്കാൻ കഴിയാത്ത രൂപത്തിൽ മനുഷ്യരുടെ മനസ്സിലും ബോധത്തിലും ഉറപ്പിക്കുക എന്ന ഒരു ഉത്തരവാദിത്വമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. ഇപ്പൊ പൊതുപ്രവർത്തകർ ഏത് സമയവും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, ഏത് സമയത്തും സമീപിക്കാൻ കഴിയുന്നവരാണ്. ഓരോ വ്യക്തി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഉത്തരം അവനവന് വേണ്ടി മാത്രം ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ പിന്നെ കുടുംബത്തെ ഓർക്കണ്ട, നാടിനെ ഓർക്കണ്ട. ഇവിടെ ഒരു ചിരകാല സ്മാരകമൊരുങ്ങുന്നു. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ മുതൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചരിത്ര നിമിഷങ്ങൾ വരെ ആ ത്യാഗനിർഭരമായ ജീവിതവും നാടിന്റെ പുരോഗതിക്കായി അദ്ദേഹം തീർത്ത പദ്ധതികളും ഈ ഡിജിറ്റൽ പാതയിൽ പുനർജനിക്കുന്നു. പെരിയാറും അവിടെ കാണാം. അതിലേക്കാണ് ഇനി പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ നിങ്ങളോടൊപ്പം രണ്ടു വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്റെ ജീവിതത്തിൽ അധികാരവും പദവിയുമെല്ലാം താൽക്കാലികമായിരുന്നു. നമ്മുടെ നാടിന്റെ നന്മ അതായിരുന്നു എന്റെ എന്നത്തെയും ചിന്ത. വെളിയത്തുനാട് എന്ന ഈ മണ്ണ് എനിക്ക് കടപ്പെട്ടതല്ല, ഈ മണ്ണിനോട് ഞാൻ കടപ്പെട്ടവനാണ്. വെളിയത്തുനാട് എന്ന നാടും ഈ നാട്ടുകാരും എന്നെ നിങ്ങൾ അറിയുന്നു. VC അഹമ്മദുണ്ണിയാക്കി, പാർലമെന്റിലെ ശബ്ദമാക്കി. ഇന്ന് നിങ്ങൾ കാണുന്ന വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്ക്, ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയും ലൈബ്രറിയും ഗവൺമെന്റ് MIUP സ്കൂളും ഇവയൊക്കെയും ഞാൻ മാത്രം സ്വപ്നം കണ്ട കാര്യങ്ങളല്ല. ഇവിടെ പാറത്ത് പണി ചെയ്ത് വിശപ്പോടെ മടങ്ങരുത്. അവന്റെ അധ്വാനം എക്കാലവും ഫലിക്കണം. അതിനു വേണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടായത്. അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണത് ഉദ്ഘാടനം ചെയ്തത്. അഭിമാനകരമായ ആ പദ്ധതി ഈ നാടിന്റെ ചരിത്രത്തിൽ ഒരു വലിയ ഓർമ്മയായി എന്നും നിലനിൽക്കും. അതെല്ലാം ഒരുമിച്ച് ചെയ്യും. ഇത് ലൈബ്രറിയാണ്. താങ്ക് യു. വെളിയത്തുനാടുകാർക്ക് രോഗം വന്നാൽ ചികിത്സ കിട്ടാൻ പണമൊരുത്തടെ ഒരു ആയുർവേദ ഡിസ്പെൻസറി ഉണ്ടായത്. വിദ്യാഭ്യാസം എന്ന ഒരു നാട് പ്രത്യേകിച്ചും ഓർമ്മകൾ ഉണ്ടാകേണ്ടതില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മളെ ഭരിക്കുന്നവർ തന്നെ ചരിത്രമൊന്നും പഠിക്കേണ്ടതില്ല, പ്രത്യേകിച്ചും ചില ഓർമ്മകൾ മായ്ച്ചു കളയേണ്ടതാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ചില ഓർമ്മകൾ തിരിച്ചു പിടിക്കുക എന്നുള്ളത് വലിയൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. അത്തരമൊരു ദൗത്യം, ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയുണ്ട് ഈ ഓർമ്മകളോടൊപ്പം എന്ന ഈ പദ്ധതിക്ക് എന്നുള്ളതാണ് അതിൻ്റെ ഈ സമകാലീന ഇന്ത്യയുടെ അവസ്ഥയിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. ആ ദൗത്യമാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഏറ്റെടുത്തിരിക്കുന്നത്.